ഒരു ആമ്പൂർ ബിരിയാണിയുടെ റെസിപ്പിയാണെന്ന് പറയണത് കേട്ടോ. ഇത് പാക്കറ്റിൽ അങ്ങനെ വരുന്നതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുക അത്രേ വേണ്ടു. ആദ്യം ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കുക, പിന്നെ അതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ട് വരാൻ ആവശ്യമായിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാക്കറ്റിൽ തന്നെ മസാലകളുണ്ട്. ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേറെ മസാലയൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല. ഈ മസാലയും ഉള്ളിയും എല്ലാം നല്ലോണം ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്രീൻ പീസ്, പട്ടാണി, മറ്റ് ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. അരിയും ഈ പാക്കറ്റിൽ തന്നെ ഉള്ളതാണ്. അതൊരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടാവണം. അത് ജീരകശാല അരിയാണ്. എന്നിട്ട് ആ അരിത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അരി നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അരി ഒട്ടി പിടിക്കാതിരിക്കാൻ ലേശം നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് 2 വിസിൽ വരുത്തിയാൽ മതി. അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പക്ഷേ ക്വാണ്ടിറ്റി അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. വിലയ്ക്കനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ല, എന്നാലും കഴിക്കാൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്താ വെച്ചൊക്കെ വറുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മൾക്ക് മസാലകളൊന്നും തയ്യാറാക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഓൾറെഡി അതിൽ തന്നെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.